വിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുക്കുകയാണല്ലോ. നമ്മുടെ ഈമാനിനും അതുപോലെ നമ്മുടെ ഇബാദത്തുകൾക്കുമൊക്കെ ഒരു മധുരം കൊണ്ടുവരണം നമ്മൾ. ശരിക്കും ഈമാന് മധുരം ലഭിക്കുന്നത്, ഇബാദത്തിന് മധുരം ലഭിക്കുന്നത് ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാന്റെ മധുരം ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്, നമ്പർ 1 അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. മറ്റെല്ലാറ്റിനേക്കാളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാവുക, ഏറ്റവും ഇഷ്ടപ്പെട്ടവരാവുക. അങ്ങനെ ഇഷ്ടത്തോടുകൂടെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ഇബാദത്തിന് മധുരമുണ്ടാവുന്നത്, ലദ്ദത്ത് ഉണ്ടാവുന്നത്. അതുപോലെ ഇഷ്ടത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ മധുരതരമായി മാറുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇബാദത്തിൻ്റെ ലദ്ദത്ത് ലഭിക്കാൻ, ഇബാദത്തിൽ മധുരം ലഭിക്കാൻ ശരിക്കും മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് എല്ലാ നിഅമത്തുകളും ചെയ്തു തന്നത് അവനാണ് എന്ന ബോധത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ ഓരോ നിസ്കാരങ്ങളും നിർവഹിക്കേണ്ടത്, നോമ്പെടുക്കേണ്ടത്, അങ്ങനെ എല്ലാ ഇബാദത്തുകളും നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ എന്നതിൻ്റെ ഒരു മെഷർമെൻറ്റ് സ്കെയിലാണ് നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ, അതിൽ സുന്നത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഫർള് നമ്മൾ കൃത്യമായി ചെയ്യുന്നവരാണോ, ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ എന്നതൊക്കെ ഒരു മെഷർമെൻറ്റ് സ്കെയിലാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ മെഷർമെൻറ്റ് സ്കെയിലാണ് നമ്മൾ എത്ര സ്വലാത്ത് ചെല്ലുന്നുണ്ട്, എത്ര സുന്നത്തുകളിൽ നമ്മൾ വ്യാപൃതരാണ് എന്നതൊക്കെ. എല്ലാം നമ്മൾ നമ്മോട് ഒരു ഹിസാബ് നടത്തിയിട്ട് കൃത്യമായി എല്ലാം ശരിയാക്കുക. റമദാൻ ആകുമ്പോഴേക്ക് ഷഅബാൻ പെട്ടെന്ന് കഴിയും. അള്ളാഹുവെ, ഞങ്ങൾക്ക് റജബിലും ഷഅബാനിലും നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. റമദാനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.